ബോധക്കേടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു ബോധക്കേട്? ഡോക്ടർ എന്ത് പറയുന്നു? ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്റെ അവസ്ഥയല്ലേ. മെഡിക്കൽ സയൻസിന് അജ്ഞാതമായ എത്രയോ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തൽക്കാലം ഡിസ്റ്റർബ് ചെയ്യണ്ട, റെസ്റ്റ് എടുക്കട്ടെ. ഇതിനു മുമ്പ് ഇങ്ങനെ ബോധക്കേട് വന്നിട്ടുണ്ടോ? എന്നെ പെണ്ണുവാക്ക വന്നപ്പോ ഇങ്ങനെ ഒന്ന് ബോധം കെട്ടു. പക്ഷെ അന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞു. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ? ഇവരുടെ അപ്പാവൊക്കെ കൂടെ കൂടെ ബോധം പോകും. പക്ഷെ അത് മദ്യപാനം കഴിച്ചിട്ടാ. ഓക്കെ ഓക്കെ, ബോധം തെളിഞ്ഞാൽ ഉടനെ വിവരം അറിയിക്കണം. അറിയിക്കാം സാർ. അത്ത அவங்க போயாச்சு. പാത്രത്തെ നിൽക്കാതെ എളുപ്പ് മേലെ പോയി കാമാക്ഷി. ആമാ എത്ര നാളേക്ക് ഇങ്ങനെ ബോധമില്ലെന്ന് നടിച്ച് കിടക്കാൻ പോണു? പോലീസ് അവനെ പിടിക്കുന്ന വരയ്ക്കും. ஆனா ஒரு சின்ன ப்ராப்ளம் இருக்கு. சொல்லி தொலை. டாக்டர் சொல்லியாச்சு, பேப்பட்டி கடிச்சா கூட இந்த மாதிரி போதக்கேடு வருவன்னு. அது நிஜமாவே போதம் கெடும். ஆமா, நீ எதுக்கு பேப்பட்டியை என்னையும் கனெக்ட் பண்ற? உங்களோட வயிற்றுல பொக்குள்ள சுற்றும் 14 இன்ஜெக்ஷன் போடணும்னு டாக்டர் പറഞ്ഞു. பொக்குலா? கடவுளே, என்னோட பொக்கு! തൊഴിലാളികൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് ശമ്പളം കൊടുത്തല്ലേ പറ്റൂ. സ്വാമി തന്നെയാണോ സ്ഥിരമായ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പോകാറില്ല? ഇത് രണ്ടുപേരും കൂടിയുള്ള ഒരു ഒത്തുകളിയാണെന്ന എന്റെ ബലമായ വിശ്വാസം. ഒരുത്തൻ തട്ടിപ്പറിച്ചോണ്ട് ഓടുക, അവനെ പിടിക്കാനെന്ന മട്ടിൽ മറ്റവൻ പിറകെ ഓടുക. അവരിൽ ഒരുത്തൻ ഞങ്ങളുടെ ലിസ്റ്റിൽ നേരത്തെ ഉള്ളവനാ. അവനെ ലാക്കാക്കിയാണ് ഞങ്ങളുടെ നീക്കം. എനിവേ, എത്രയും വേഗം അവരെ കസ്റ്റഡിയിലെടുത്ത് എന്റെ പണം തിരിച്ചു കിട്ടാനുള്ള ഏർപ്പാട് താങ്കൾ ഉണ്ടാക്കണം, പ്ലീസ്. ഞാൻ പരമാവധി ശ്രമിക്കാം. താങ്ക് യു. മുതലാളിണ്ടോ? അകത്തുണ്ട്. എന്തായി? വല്ല വിവരവും കിട്ടിയോ അവന്റെ? മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം, ബെന്നി കടന്നു കളഞ്ഞു. അപ്പൊ എന്റെ സ്വർണം അതും കൊണ്ടാ പോയത്. വേറൊരുത്തനെയും കൂടെ അവർ കൂട്ടുകിട്ടിട്ടുണ്ട്. 2 പേരും ചേർന്ന് ഒത്തു കളിച്ച് പെട്ടിയും കൊണ്ട് കടന്നു കളഞ്ഞു. എവിടുന്ന അവന്മാര് സ്വർണം പൊക്കിയത്? ലോക്കറിൽ നിന്നാവാനേ വഴിയുള്ളൂ. നാട് വിടുന്നതിന് മുമ്പ് അവരെ പിടിച്ച് എന്റെ മുമ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാത്തിനും കൊന്നുകളയും ഞാൻ. എന്റെ ദൈവമേ! എന്താണ് റൂമിലുണ്ട് സാർ. ഞാൻ വന്ന് അറിഞ്ഞില്ലേ? എന്തോന്ന് പുഴുകത്തില്ല ആളകത്ത്? വ്യക്തമായിട്ട് അറിയില്ല സാർ. എടോ, മേലുദ്യോഗസ്ഥന്റെ പവർ കാണിക്കാതെ കീഴിലുള്ള CSI കാണാൻ ഞാൻ ഇങ്ങോട്ട് വരുന്നൂടാ. അത് ഇതുവരെ എനിക്ക് പിടികിട്ടാത്ത കാര്യമാണ് സാർ. തനിക്ക് പിടി കിട്ടില്ലല്ലോ. യു ആർ എ ഫൂൾ. യെസ് സാർ. സർക്കിൾ അദ്ദേഹം വിവരമാണ് സാർ പറയുന്നത്. സാർ ഞാൻ സല്യൂട്ടിന് മാത്രമേ ഇവിടെ ഒരു ക്ഷാമമില്ല. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നില്ല. എടോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതല്ല പ്രശ്നം, എങ്ങോട്ടാണ് അന്വേഷണം എന്ന് അറിയേണ്ടത്. സാർ, എടോ, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാ. ആട്ടെ, ഈ കളവ് പോയ ഓട്ടോറിക്ഷയുടെ തുമ്പ് വല്ലതും കിട്ടിയോ? തുമ്പ് മാത്രല്ല, എല്ലാം കൂടെ പെറുക്കി കൂട്ടിയപ്പോ ഏതാണ്ട് മുഴുവൻ പാർട്സും കിട്ടി. പാർട്സേ താൻ പുഴുങ്ങി തിന്നാ മതി. എടോ, അവന്മാരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. ചിലപ്പോ വിവരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഒരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ല? അതിലൊരുത്തിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ മറിഞ്ഞു വീണെടുത്ത് ചോര ഒഴുകിയ പാടുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചോ? ഞങ്ങൾ മെസ്സേജിൽ കൊടുത്തോണ്ടിരിക്കുക സാർ. എങ്ങോട്ട്? സിറ്റിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും. അത് പോരാ, പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും മെസ്സേജ് പാസ് ചെയ്യണം. അതെവിടെ സാർ? ഏത്? ഈ പ്രാന്തപ്രദേശം കൂനമ്മാവിന്റെ അടുത്ത്. അതൊന്ന് നോട്ട് വെക്കാം. പുഴുക തിന്നാനായി 24 hours കാര്യമായ വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ സസ്പെൻഡ് ചെയ്യും. മമ്മി ബിസ്ക്കറ്റും പാലും എടുത്തു വെക്കാൻ പോവാ. ബഹളം ഉണ്ടാക്കാതെ ഇരുന്ന് കണ്ടോണം. കുസൃതി കാണിച്ചാ അറിയാലോ. ഇവരെ ഉപദ്രവിക്കരുത്, മര്യാദക്ക് ഇരുന്നോണം. ബോംബെയിൽ വെച്ച് ഡഗ്ലസിന്റെ അടുത്ത് കാണിച്ച തെമ്മാടിത്തനം എന്റെ അടുത്ത് കാണിച്ചാലുണ്ടല്ലോ. ആരാത്? ഞാനോ? ഞാനെന്ന് വെച്ചാ ആന്റി, ഞാൻ ജോസി പെരേര. അതെ, ഞാൻ ഇവിടെ താമസിക്കുന്ന പെരേര. ഇതെന്റെ ഫ്രണ്ടാ ബെന്നി. ഒന്നുമില്ല.
ചെറിയൊരു ആക്സിഡന്റ്. ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞോ? ഏയ് കടിപിടി കുടിക്കാണല്ലേ? അല്ല, വീണ് മുറിഞ്ഞത് ആന്റി. ഓ, ഡിസ്പെൻസറി കിടത്ത്. പെയിൻ എങ്ങനെയുണ്ട്? ഇത് തന്റെ വീടാണോ? അല്ല, പെങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ ഒന്ന് താമസിക്കുക. ആ യെസ്. ഇവര് തന്റെ ആരാ? എന്റെ മമ്മിയുടെ ഒരു ഫ്രണ്ടാ, മാർഗരറ്റ്. മാഗി ആന്റി എന്നാ ഞങ്ങൾ വിളിക്കുന്നത്. ഹസ്ബൻഡ് മരിച്ചുപോയി, മക്കളില്ല. അവരുടെ മക്കളെന്ന് പറയുന്നത് ഇവിടെയുള്ള പട്ടികളും പൂച്ചകളും ഒക്കെയാ. ഓക്കേ, ഐ ആം റെഡി. ആ കാല് നേരെയൊക്കെ. ഹാർട്ടും ലങ്സും എങ്ങനെയുണ്ടെന്ന് നോക്കിയതാ, പേടിക്കാനില്ല. വെരി സ്ട്രോങ്. യെസ്, നെക്സ്റ്റ്. അയ്യോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആന്റി 25 വർഷത്തെ സർവീസുള്ള മൃഗ ഡോക്ടറാ. റെഡി. താങ്ക് യു. നോർമലാണ്. ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. ഈ സോൾറൈറ്റ് ആവും. ഞാൻ ഒരു ടാബ്ലറ്റിന് കുറിച്ച് തരാം. അത് മുടങ്ങാതെ കഴിക്കണം. എത്ര രൂപയാവും? മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാൽ മതി. താങ്ക് യു. മിസ്റ്റർ അനന്തകൃഷ്ണൻ, ഞാൻ നിങ്ങൾക്ക് ചിലരുടെ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു തരാം. അതിലാരാണ് നിങ്ങളുടെ പണം തട്ടിക്കൊണ്ടു പോയത് എന്ന് പറയണം. ഇയാളല്ലേ? ഒന്നോർത്ത് നോക്ക്. ഇയാളല്ല, പക്ഷെ ഇയാൾ ബാങ്കിൽ ഉണ്ടായിരുന്നു. പിടിവിലി നടക്കുന്ന സമയത്ത് ഇയാളാണ് ആദ്യം ഓടിയെത്തിയത്. ഓക്കെ, തട്ടിപ്പറിച്ച ആളിനെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒക്കുമോ? ഒക്കുമോന്നോ? ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാലും ഞാനിങ്ങനെ തിരിച്ചറിയും. ആളെ കണ്ടാൽ എങ്ങനെ? കണ്ടാലേ അറിയാം അവനൊരു കള്ളനാണെന്ന്. ചുരുണ്ട മുടിയും ഉണ്ട കണ്ണും. എന്ത് പ്രായം തോന്നിക്കും? എന്ത് പറയാൻ തോന്നിക്കാൻ? Answer to the question. ഒരു 25 വയസ്സിനപ്പുറത്തുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ തൽക്കാലം റെസ്റ്റ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണേണ്ടി വരും. കൃഷ്ണൻ, നിങ്ങൾ നാളെ അത്യാവശ്യമായി ഓഫീസ് വരെ വരണം. എനിക്ക് കോൺഫിഡൻഷ്യലായി ചിലത് സംസാരിക്കാനുണ്ട്. സോറി സർ, കാശ് തട്ടിപ്പറിക്കുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ സമയത്ത് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. നമുക്ക് ഓഫീസിൽ വന്നിട്ട് നേരിട്ട് സംസാരിക്കാം. രക്ഷിക്കണേ. നിന്നെ അല്ലടി എന്നെ. ആ പണം തട്ടിപ്പറിച്ചവന്റെ പേഴ്സിൽ നിന്നും കിട്ടിയ ഫോട്ടോയിലെ പെൺകുട്ടിയെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറിനകം. പ്ലീസ്, ഈ 24 മണിക്കൂറിന്റെ കണക്ക് ഇനിയെങ്കിലും നിർത്താമോ? താങ്കൾ ഒന്ന് മനസ്സിലാക്കണം, പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ അത്യാവശ്യത്തിന് സ്റ്റാർട്ടാകുന്ന ഒരു ജീപ്പ് പോലും ഞങ്ങൾക്കില്ല. ഇതൊക്കെയാണെങ്കിലും ഞാൻ ഉറപ്പു തരുന്നു, ആ പെൺകുട്ടിയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഏറെ താമസിയാതെ തന്നെ ഞങ്ങൾ അവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ്. കള്ളക്കടത്തുകാരനും കൊലപാതകയുമായ ഒരു കാട്ടുകള്ളനെ പിടിക്കാൻ പോലീസ് ഫോഴ്സിന് ഇത്രയും പാടുപെടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷെയിം. മിലിറ്ററി ആയിരുന്നെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ഇവന്റെ ഒക്കെ ഉണ്ടല്ലോ ഗ്രാൻഡ് പപ്പായ വരെ തൂക്കിയെടുത്തിരിക്കും. അത് ശരിയാ. അത് പോട്ടെ, പട്ടാപ്പകൽ അതും പോലീസിന്റെ മൂക്കിന് താഴെ കൂടെ 5 ലക്ഷം തട്ടിക്കൊണ്ട് ഓടിയിട്ട് അവനെ പിടിക്കാൻ പോലും കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ പാൻസും ബനിയനും അയൺ ചെയ്ത് അൽമാരയിലുണ്ട്. ഓക്കെ. ആ പിന്നെ മരുന്ന് കഴിക്കാൻ മറക്കരുത്. ബട്ട് നീ ഇന്നും ലേറ്റായി. നൗ ടൈം ഈസ് 9:40. സോറി പപ്പാ. ഇവിടത്തെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കൊള്ളാം. മിലിറ്ററിയിൽ എങ്ങാൻ ഒരു നേഴ്സ് ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയാൽ പണിഷ്മെന്റ് ഉറപ്പാ. അറിയാമല്ലോ. Then you may go. വരട്ടെ അങ്കിൾ. ആ പിന്നെ അയ്യോ ലേറ്റായി. മഴ്സി, എന്താ ഇവിടെ നിൽക്കുന്നേ? രൂപ കിട്ടി. ആര് തന്നു? അതൊക്കെ സംഘടിപ്പിച്ചു. നാൻസി ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വിളിച്ചോണ്ടിരാൻ പോവാ. അത് വേണോ? എന്തായാലും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നാളെ അഡ്മിറ്റ് ചെയ്യാൻ നോക്കൂ. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ അഡ്മിറ്റ് ചെയ്യുന്നതല്ലേ ബുദ്ധി. പക്ഷേ അവിടുന്ന് ഉടനെ കൊണ്ടുവന്നേ പറ്റൂ, അല്ലെങ്കിൽ ചിലപ്പോ കുഴപ്പമാവും. എന്ത് കുഴപ്പം? അല്ല, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഇന്നൊരു ദിവസം ആൾ എന്റെ കൂടെ നിൽക്കട്ടെ. വെറുതെ മണ്ടത്തരം കാണിക്കരുത്. വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി പെട്ടെന്ന് ട്രെയിനെങ്ങാനും വന്നാ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ നാളെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് പ്രശ്നം? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മാസത്തിൽ 2 പ്രാവശ്യം ഡോക്ടർ ഫെർണാണ്ടസ് ഇവിടെ വരും. അദ്ദേഹം വരുമ്പോ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത രോഗികളെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് കൺസൾട്ട് ചെയ്തപ്പോഴേ ഡോക്ടർ പറഞ്ഞിരുന്നു. ആ അപ്പൊ അറിയാലോ. ഈ വിസിറ്റ് കഴിഞ്ഞാ പിന്നെ അടുത്ത മാസം 12-ാം തീയതി ഡോക്ടർ വരും. അതുവരെ ഓപ്പറേഷൻ നീട്ടിക്കൊണ്ടു പോകുന്നത് റിസ്ക് ആണെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ടെൻഷൻ ആവാണ്ടിരിക്കേ, ഒക്കെ ശരിയാവും.